പല പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഒരുപാട് വായിക്കാറുണ്ടോ? ഇല്ല, അത് വെറുതെ തോന്നുന്നു. വായിക്കുന്ന ആളൊന്നുമല്ല, വായിക്കുന്ന മടികളാണ്. പിന്നെ കടിച്ചപ്പെട്ട പഠിച്ചപ്പെട്ട ആശയങ്ങളൊക്കെ വെറുതെ തോന്നുന്നു. നമ്മളെപ്പോഴും കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. കുറച്ച് സൈഡ് കൊടുക്കാം. എന്തായാലും ശരിക്കും സിനിമ ശരിക്കും ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ പ്രേക്ഷകരോടൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടും സാമൂഹികമായിട്ട് വലിയ ഒരു ഫാക്ടറുള്ള ഒരു സിനിമയാണ്. അതിനെ കഴിഞ്ഞും ഒക്കെ ഉപരി എനിക്ക് തോന്നുന്നത് ഭയങ്കര സോഷ്യൽ റിലവൻറ്റ് എന്നതിനെ കഴിഞ്ഞും ഇപ്പോൾ ഇതൊരു പേര് പോലെ തന്നെ ജൂനിയേഴ്സ് ലേണിംഗ് എന്നാണല്ലോ പേര്. അപ്പോൾ അതുപോലെ തന്നെ ആ ഏജിലുള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാരുടെ ഒരു പെർഫോമൻസും അങ്ങനത്തെ രീതിയിൽ കുറച്ചുകൂടെ നോക്കി കണ്ടാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അങ്ങനത്തെ ഒരു ടീം വർക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നെ കഴിഞ്ഞും കൂടുതൽ ഇതിൽ നല്ല മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചേട്ടന്മാരായാലും ഒക്കെ അവരൊക്കെ ഇവിടെ എവിടേക്കും ഉണ്ട്. അപ്പോൾ അവരുടെയും എല്ലാവരുടെയും കൂടെ ഒരു ടീം വർക്കാണിത്. ഈ സിനിമ പറയുന്ന കഥയും അങ്ങനെ തന്നെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിലുള്ള ആ ഒരു ഷൂട്ടിങ്ങിന്റെ സമയത്തുള്ള കാര്യങ്ങൾ? നല്ലതായിരുന്നു. ഇപ്പം കുറച്ച് നാൾ മുന്നേ ഷൂട്ട് ചെയ്ത മൂവിയാണ്. അതുകൊണ്ട് അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന റെസ്പോൺസുകളെ കഴിഞ്ഞും ഇപ്പോൾ ഉള്ള റെസ്പോൺസാണ് ഇഷ്ടം. അപ്പോൾ കണ്ടിറങ്ങി എല്ലാവരും നല്ലതാണെന്ന് പറയുന്നു, അഭിപ്രായം പറയുന്നു. അത് കേൾക്കുമ്പോഴാണ് സന്തോഷം. എനിക്ക് സിനിമയിലെ കഥാപാത്രം കുറച്ച് അത്രയും മലയാളം സ്ഫുടമായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ വ്യക്തി ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള കമന്റുകളും അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു സിനിമകളും വ്യക്തി ജീവിതമായിട്ട് ഒരു ബന്ധമുള്ള കഥാപാത്രങ്ങളോ ഒന്നുമല്ല. അതിപ്പോൾ ഇതിൽ ഡയറക്ടർക്ക് എന്താണോ വേണ്ടത് അതുപോലെ അതിൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോൾ നല്ലതായാലും മോശമായാലും ഡയറക്ടറുടെ തലയിലാണ്. അങ്ങനെ കയ്യൂരുവാണ്. അല്ല, അത് എല്ലാവർക്കും അങ്ങനെ പറ്റും. അതെ അതെ. പിന്നെ അതിൽ ഡബിങ് ഞാനല്ല ചെയ്തിരിക്കുന്നത്. അതിന്റെ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, എടുത്തു ഇഷ്ടപ്പെട്ടു. നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതുകൊണ്ട് ചെറിയ സിനിമകൾക്ക് ഭാഗമാകുമ്പോൾ എന്താണ് പ്രേക്ഷകരുടെ ഒരു സിനിമകൾ അങ്ങനെ ചെറിയ സിനിമ വലിയ സിനിമ എന്നൊന്നും ഞാൻ കാണാറില്ല. എല്ലാം സിനിമ എടുക്കണമെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു കോസ്റ്റും ഇതിൻ്റെ ഇത്ര ആൾക്കാരുടെ ഒരു എഫേർട്ടും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സിനിമകൾ എപ്പോഴും എന്നും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിലും സന്തോഷമുണ്ട്. ഇത്രയും എല്ലാവരും കണ്ടിറങ്ങി നല്ല അഭിപ്രായം പറയുന്നതിലും കേൾക്കുന്നതിലും ഒക്കെ ഹാപ്പിയാണ്. പുതിയ ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഞാനും പുതിയ ആളാണല്ലോ. ഞാനങ്ങനെ ഒരുപാട് പണ്ട് തൊട്ടേ ഫീൽഡിലുള്ള ആളൊന്നുമല്ല. ഞാനും പുതിയ ആളാണ്. ഞാനിങ്ങനെ എനിക്ക് താല്പര്യമുള്ളത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. കഥ പറയാൻ വരുമ്പോൾ എന്താണ് ഇഷ്ടപ്പെട്ടത് സിനിമയിൽ? ഇത് ആക്ച്വലി നമ്മൾ കുറേ നാൾ മുന്നേ എടുത്തിരുന്ന മൂവിയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു അച്ഛനും ഒക്കെ കൂടി ഇരുന്നാണ് കഥയും കാര്യങ്ങളൊക്കെ കേട്ടത്. ഞാൻ കുറച്ചുകൂടെ ചെറുതിലെ ചെയ്ത മൂവിയാണ്. അതിൽ കാണുമ്പോഴത്തേക്കും അറിയാം. പക്ഷെ ഇപ്പൊ കാണുമ്പോൾ ഹാപ്പിയാണ്. പൊതുവെ ഇപ്പൊ റീസെന്റ് ആയിട്ട് വരുന്ന പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് ആളുകൾ ആക്ടേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത സിനിമയാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും ഒരു വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ ഇറങ്ങുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വന്നല്ലോ. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു അത് ഞാൻ ഫ്രീ ആയിരുന്നു. ഞാൻ ഇന്ന ദിവസം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നു എന്നുള്ളത്. ഇപ്പോഴത്തെ വിവാദങ്ങളെ കണ്ടിരുന്നില്ല, അറിയുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിയുമ്പോൾ ആർട്ടിസ്റ്റുകൾ സിനിമ ഇറങ്ങുന്ന അല്ലെങ്കിൽ സിനിമ ഇറങ്ങിയതിന് ശേഷം സപ്പോർട്ട് ചെയ്യണം. അതാ ഞാൻ ഇപ്പം നമുക്ക് ഒരു ഭാഗത്തിന്റെ പ്രതികരണം മാത്രമല്ലേ വന്നിട്ടുള്ളൂ. അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ജെനുവിനായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇപ്പം പറഞ്ഞിരിക്കുന്ന ആക്ടേഴ്സിന്റെ സൈഡിൽ നിന്നും ഒക്കെ ബാക്കി കാര്യങ്ങൾ വരട്ടെ, അവരുടെ കാര്യം നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അപ്പൊ അത് കേൾക്കാതെ നമുക്ക് അങ്ങനെ ഒന്നും അവർ ചെയ്ത് ശരിയായില്ല, ഇവർ ചെയ്ത് ശരിയാണ് അങ്ങനെ പറയാൻ എനിക്കറിയില്ല. ഒരു സിനിമയുടെ അഭിനയിച്ചതിന് ശേഷം വിട്ടിട്ട് പോകണം ആ പർട്ടിക്കുലർ പോയിന്റിൽ എനിക്കറിയില്ല. പക്ഷെ എന്റെ കാര്യത്തിൽ നമ്മൾ മുന്നേ അങ്ങനെ ഇപ്പം ഞാനാണെങ്കിൽ മുന്നേ വാക്ക് കൊടുത്തു എന്നുണ്ടെങ്കിൽ എനിക്ക് വരാതെ പറ്റില്ല. പക്ഷെ അല്ല, ഞാൻ ഏതെങ്കിലും വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ എനിക്കറിയില്ല അത് നമുക്ക് എങ്ങനെ എത്രമാത്രം പറ്റും എന്നുള്ളത്. അത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചാണ്. ഇപ്പം അല്ല, ഞാൻ നേരത്തെ ഇവരുടെ അടുത്ത് ഞാൻ വരാം എന്നെല്ലാം വാക്ക് കൊടുത്തതിന് ശേഷം ഞാൻ ഇന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറ്റില്ല. പക്ഷെ ഇപ്പം ആരോപിക്കപ്പെട്ടിരിക്കുന്ന കേസിൽ നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ അപ്പുറത്തെ സൈഡ് കേട്ടിട്ടില്ലല്ലോ, ഇതെങ്ങനെയായിരുന്നു എന്നോ ഒന്നും നമ്മൾ അറിയില്ല. അപ്പൊ പിന്നെ അതിനെപ്പറ്റി എനിക്ക് സ്പെസിഫൈ മീനാക്ഷിയുടെ സപ്പോർട്ട് എല്ലാ സിനിമകൾക്കും ഉണ്ടാവുമോ അതോ
അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണെങ്കിൽ ഞാൻ മാക്സിമം കോപ്പറേറ്റ് ചെയ്യാനാണ് നോക്കുക. ഈ പറയുന്നത് പോലെ ഞാൻ വന്നതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ വന്നില്ലെങ്കിലും ഈ സിനിമ ഇറങ്ങും, ഞാൻ വന്നാലും ഈ സിനിമ ഇറങ്ങും. അപ്പോൾ വരിക എന്നുള്ളത് ഞാൻ ഇതിനോട് കാണിക്കുന്ന അതൊരു എഫോർട്ടൊന്നുമല്ല. ആർട്ടിസ്റ്റ് വരുമ്പോൾ കുറച്ച് മൈലേജ് കൂടുതൽ കിട്ടില്ലേ എന്നുള്ളതിലെ കാര്യം സിനിമ നല്ലതാണെങ്കിൽ നല്ലവണ്ണം ഓടും എന്നുള്ളതാണ്. ഞാൻ വന്നതുകൊണ്ട് ഈ സിനിമ ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ വൈറ്റ് എടുക്കാൻ പറ്റുമായിരിക്കും. എന്ന് ഞാൻ ഇന്ന് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാലാകാലം ഈ സിനിമ തിയേറ്ററിൽ ഓടാനോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഫ്രീ ആണ്, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഇവരുടെ അടുത്ത് നേരത്തെ വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വരിക എന്നുള്ളത് എൻ്റെ ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് ഞാൻ വരും. അതെ, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇത് പേര് പോലെ തന്നെ ജൂനിയേഴ്സ് ആണെങ്കിലും കുറേ ആ ഏജ് ഗ്രൂപ്പിലുള്ള കുറേ കുട്ടികൾ. നല്ല എക്സ്പീരിയൻസ് ആണ്. അധികം കോമ്പിനേഷൻ സീനുകളൊന്നും ഇല്ല. അതപ്പം അവരുടെ അടുത്ത് ചോദിച്ചാൽ കുറച്ചുകൂടി അറിയാൻ പറ്റുമായിരിക്കും. ഇല്ല എല്ലാവരും പാവ ആൾക്കാരാണ്, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. പ്രേക്ഷകരെല്ലാവരും പറ്റുന്നവരൊക്കെ മൂവി വന്ന് കാണാം, റിവ്യൂസ് ഒക്കെ അറിയിക്കുക, അതൊക്കെ തന്നെയാണ്.